ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ബെഡ്ഷീറ്റും കൊണ്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ കിച്ചൺ പ്രൊഡക്ട്സും കൊണ്ടല്ലേ വരാറ്. ഇന്നപ്പോൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബെഡ്ഷീറ്റുകളാണ്. എല്ലാ ബെഡ്ഷീറ്റും മീഷോ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കാണിക്കുന്നത് ബെഡ്ഷീറ്റ് അല്ല, ഇത് മാട്രസ് പ്രൊട്ടക്ടറാണ് കേട്ടോ. അതായത് നമ്മുടെ ബെഡിൻ്റെ മേലെ കവർ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൂലേ, അതായത് ബെഡിൽ അഴുക്കും വെള്ളവും ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മാട്രസ് പ്രൊട്ടക്ടറാണ്. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നത് മാട്രസ് പ്രൊട്ടക്ടറാണ് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ പ്ലാസ്റ്റിക്കും പുറം ഭാഗത്ത് നല്ല സോഫ്റ്റ് കോട്ടൺ, മീൻസ് ഒരു വൂളൻ കോട്ടണിലൊക്കെ വരുന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ സൈഡിൽ വേറൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഫിറ്റഡ് മാട്രസ് പ്രൊട്ടക്ടറാണ് കേട്ടോ. അതായത് 4 ഭാഗവും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ളൊരു മാട്രസ് പ്രൊട്ടക്ടറാണ്. ഞാൻ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു വാങ്ങിക്കുമ്പം. നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതുപോലുള്ളൊരു മാട്രസ് പ്രൊട്ടക്ടർ ഉണ്ടെന്ന് വെച്ചാൽ മാത്രമല്ല, ഇത് നമുക്ക് വിരിച്ചിടാനും ഈസിയാണ്. ഇലാസ്റ്റിക് ഫിറ്റഡ് ആയതുകൊണ്ട് തന്നെ വിരിച്ചിടാനും ഈസിയാണ് കേട്ടോ. ഈ ഒരു ഞാൻ വാങ്ങിച്ച സൈസ് എന്ന് പറയുന്നത് ക്യൂൺ സൈസിലായിരുന്നു കേട്ടോ. എല്ലാ സൈസിലുള്ളതും ഉണ്ട്, കിങ് സൈസിലും ക്യൂൺ സൈസിലും സിംഗിളായിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. മീഷോയിൽ വാങ്ങിക്കാൻ പല സൈസിലുള്ളതും ഉണ്ട്. ഓരോ സൈസിനും ഓരോ പ്രൈസാണ്. ഈ ഒരു മാട്രസ് പ്രൊട്ടക്ടറിന് ഞാൻ വാങ്ങിച്ച സമയത്ത് 478 രൂപയായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു പ്രൈസിനൊക്കെ വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. നല്ല സൂപ്പർ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കാരണം ഒരു തുള്ളി വെള്ളം കൂടെ അകത്താവില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ വെള്ളം മുക്കി ഒഴിച്ചാലും ഈ ഒരു ഉൾഭാഗത്ത് പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് തന്നെ ബെഡിലാവില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് അടുത്ത ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ ബെഡ്ഷീറ്റാണ്. ഇത് വാങ്ങിച്ചിട്ടുള്ളത് മീഷോ തന്നെയാണ് കേട്ടോ. ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല 2 അടിപൊളി പില്ലോ കവറും കൊടുത്തിട്ടുണ്ട്. ഈ പില്ലോ കവറാണെങ്കിൽ നല്ല സൂപ്പർ ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഗ്ലേസ് കോട്ടൺ ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതും ഞാൻ പറഞ്ഞല്ലോ ക്യൂൺ സൈസിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ബെഡ്ഷീറ്റും അതുപോലെ ഇലാസ്റ്റിക് ഫിറ്റഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിരിച്ചിടാൻ ഈസിയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തുകൊണ്ട് നമുക്ക് ഇലാസ്റ്റിക് ഫിറ്റഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ നല്ലത്. കാരണം അവരെത്ര ചാടി കളിച്ചാലും ഈ ഒരു ബെഡ്ഷീറ്റ് ബെഡിൽ നിന്ന് വിട്ടുപോവില്ലേ. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ 4 ഭാഗവും ഇതുപോലെ ഇലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 333 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ പ്രൈസ് ഞാൻ ഈ കാണിച്ച എല്ലാ ബെഡ്ഷീറ്റിൻ്റെയും പ്രൈസ് ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്ന് കേട്ടോ തോന്നുന്നത്. ഞാനിപ്പോൾ അത് കുറച്ചായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ആ ഒരു പ്രൈസിനൊക്കെ എന്താ വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ഗ്ലേസ് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. ഇനിയിപ്പോൾ ഞാനിത് വിരിച്ചിട്ട് കാണിച്ചു തരാം. ഇലാസ്റ്റിക് ഫിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിരിച്ചിട്ടാൽ ഇതുപോലെ നല്ല വൃത്തിക്ക് നിന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾ എത്ര ചാടി കളിച്ചാലും ഇതൊക്കെ ചീത്ത ആവുകയില്ല. രാവിലെ വിരിച്ചാൽ രാത്രി വരെ ഇതുപോലെ തന്നെ നിന്നോളും. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ഗ്ലേസ് കോട്ടണിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഗ്ലേസ് കോട്ടൺ ആണ് കേട്ടോ. പില്ലോ കവർ അങ്ങനെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുമാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് കിഡ്സ് റൂമിലേക്കൊക്കെ ആപ്റ്റായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ്. ഇത്തരം കളേഴ്സൊക്കെ നമ്മൾ കിഡ്സ് റൂമിൽ വിരിക്കുമ്പോഴായിരിക്കും ഒന്നുകൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത ബെഡ്ഷീറ്റ് ഇതൊരു 5 പീസ് ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് മീഷോയിൽ ട്രെൻഡിങ്ങിലായി നിന്നിരുന്ന ഒരു ബെഡ്ഷീറ്റ് സെറ്റാണിത്. 5 പീസ് എന്ന് പറയുമ്പം ഇതിൽ ഇതുപോലെ 2 കുഷ്യൻസ് ഉണ്ട്. കുഷ്യന് കവറും കൂടി വരുന്നതാണ് കേട്ടോ. അതുപോലെ 2 നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന പില്ലോ കവറുണ്ട്. ഈ ഒരു കുഷ്യൻ കവേഴ്സിൻ്റെ അതേ ക്വാളിറ്റി വരുന്ന പില്ലോ കവേഴ്സാണ് കേട്ടോ. ക്വാളിറ്റി എന്ന് പറയുമ്പം ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ആണ്. അതുപോലെ സ്റ്റിച്ചിങ്ങും അടിപൊളി സ്റ്റിച്ചിങ്ങിലാണ് വരുന്നത്. ഈ ഒരു പില്ലോ കവേഴ്സിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ പില്ലോ കവറിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ഒരു സ്പോഞ്ചിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഇതിൻ്റെ ബാക്ക് സൈഡ് നോർമൽ ബെഡ്ഷീറ്റിൻ്റെ അതേ ക്ലോത്തിലുമാണ് കൊടുത്തിട്ടുള്ളത്. സംഭവം നല്ല അടിപൊളിയാണ്. നല്ല വിഴുത്തും ഒക്കെ ഉള്ള ലെങ്ത്തും വിഴുത്തും ഒക്കെ ഉള്ളൊരു പില്ലോ കവറും കൂടിയാണ്. സ്റ്റിച്ചിങ് കണ്ടോ, നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്ലേസ് കോട്ടൺ എന്നാണ് കേട്ടോ മീഷോയിൽ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കിത് ശരിക്കും നല്ല ഒറിജിനൽ കോട്ടൺ ആയിട്ട് തന്നെ തോന്നുന്നത്. കാരണം അത്രയും ക്വാളിറ്റിയിൽ വരുന്നൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഗ്ലേസ് കോട്ടൺ അല്ല, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു യെല്ലോ ബെഡ്ഷീറ്റ് പക്ക ഗ്ലേസ് കോട്ടൻ്റെ ക്ലോത്ത് തന്നെ കേട്ടോ. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം. പക്ഷേങ്കിൽ ഇത്
കോട്ടൺ ആണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നൊരു ബെഡ്ഷീറ്റാണ്. നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉണ്ട് ബെഡ്ഷീറ്റിനും. ഇതും ഞാൻ ക്യൂൻ സൈസിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ക്യൂൻ സൈസ് ആണെങ്കിലും നമ്മൾ ബെഡിൽ വിരിക്കുമ്പോൾ കിങ് സൈസിൻ്റെ അതേ വലിപ്പത്തിൽ വരുന്നുണ്ട്. നല്ല ലെങ്തും വിഡ്ത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്യൂൺ സൈസിൽ നിന്നാണ് കൊടുത്തെങ്കിലും കിങ് സൈസിൻ്റെ സെയിം ഒരു സൈസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ബെഡിൽ വിരിച്ചിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് കണ്ടോ, താഴ്ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് സെറ്റിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 351 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ടാവാം എന്തായാലും, കാരണം ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചായി. പക്ഷെങ്കിൽ ആ ഒരു പ്രൈസിന് ഇനിയിപ്പോൾ ഒരു 500 രൂപ കൊടുത്ത് വാങ്ങിയാലും ഈ ഒരു ബെഡ്ഷീറ്റ് ലാഭമാണ്. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണ്. നമുക്ക് ഷോപ്പിൽ പോയാൽ എന്തായാലും ഈ റേറ്റിന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. ഇനിയിപ്പോൾ അടുത്ത ബെഡ്ഷീറ്റും ഇതും ഒരു 5 പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ. നേരത്തെ കാണിച്ചതുപോലെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന 2 കുഷ്യൻ കവേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 നല്ല ക്വാളിറ്റി വരുന്ന തന്നെ നല്ല പില്ലോ കവേഴ്സും അതുപോലെ ഈ ഒരു ബെഡ്ഷീറ്റും ആണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത്. ഈ ഒരു ബെഡ്ഷീറ്റും കോട്ടൺ അല്ല, എന്നാൽ ഗ്ലേസ് കോട്ടൺ അല്ല, അതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് ബെഡ്ഷീറ്റുള്ളത്. പില്ലോ കവറാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന 2 പില്ലോ കവറുകളാണ്. ഇതും എന്താ പറയുക ക്യൂൻ സൈസിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാ സൈസിലുള്ളതും അവൈലബിൾ ആണ് മീഷോയിൽ. പിന്നെ ഈ ഒരു പില്ലോ കവറിന് ഇതുപോലെ ഒരു സിബും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പില്ലോസ് ഒന്നും കവറിൻ്റെ ഉള്ളിൽ ഇട്ടാലും അങ്ങായി പോകുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു കവറിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ബെഡ്ഷീറ്റും നല്ല അടിപൊളിയാണ് കാണാനും, അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു കുഷ്യൻ കവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും അടിപൊളിയാണ്. കുഷ്യൻ കവേഴ്സും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിനും ഇതുപോലെയുള്ള സിബാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് ഞാൻ വിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നേരത്തത് ഞാൻ എല്ലാ സൈഡും ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിത് കറക്റ്റ് നിങ്ങൾക്ക് സൈസ് കാണാൻ വേണ്ടിയിട്ട് കോഡിൻ്റെ പുറത്തേക്ക് ആക്കിയിട്ടതാണ് കേട്ടോ എല്ലാ ഭാഗവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സൈസ് മനസ്സിലാവുന്നുണ്ടാവും. നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഒരു കിങ് സൈസിൻ്റെ ബെഡ്ഷീറ്റ് പോലെ തന്നെ ഉണ്ട്. ക്യൂൻ സൈസ് ആണെങ്കിലും കിങ് സൈസിൻ്റെ വലുപ്പത്തിലുണ്ട് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 470 രൂപ വരുന്നത്. 470 രൂപക്കൊക്കെ എക്സ്ട്രാ വെർത്തായിട്ടുള്ള ബെഡ്ഷീറ്റാണ്. കാരണം ഈ ഒരു 5 പീസ് സെറ്റാണ് നമുക്ക് ആ ഒരു പ്രൈസിൽ കിട്ടുന്നത്. അപ്പം എല്ലാ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. പ്രൈസ് എന്തായാലും ഞാൻ വാങ്ങിച്ചതിലും കൂടാനേ ചാൻസ് കേട്ടോ, കുറയാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ ഒരുപാട് നാളായി വാങ്ങിച്ചിട്ട്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഓരോ ബെഡ്ഷീറ്റിൻ്റെയും ലെങ്ത്തും വിഡ്ത്തും കറക്റ്റ് സൈസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ ഒരു ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ബെഡിൽ വിരിച്ചിട്ട് കാണിച്ചുകൂടായിരുന്നു നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ബെഡിൽ വിരിച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുത്ത് പോകാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ ഇതുപോലെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ടൈമും എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ അത് അടുത്ത ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് കേട്ടോ. മൈക്രോ ഫൈബറാണ് മെറ്റീരിയൽ വന്നിട്ട്. നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ബെഡ്ഷീറ്റാണ്. ക്യൂൻ സൈസിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ബെഡ്ഷീറ്റും അതുപോലെ പില്ലോ കവറും ഉണ്ട്. പില്ലോ കവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ബെഡ്ഷീറ്റ് ഇതുപോലെ 4 ഭാഗവും ഇലാസ്റ്റിക്കൊക്കെ വന്നിട്ട് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്ത് കിട്ടും ഈ ഒരു ബെഡ്ഷീറ്റിന്. ഇനിയിപ്പോൾ ഞാൻ വിരിച്ചിട്ട് കാണിച്ചു തരാം. നല്ല ഫിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസിയിൽ നമുക്കിത് വിരിച്ചിടാനും കഴിയും. വിരിച്ചിട്ടാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 375 രൂപയായിരുന്നേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പ്രൈസ് എന്തായാലും ഞാൻ വാങ്ങിച്ചതിലും കൂടാനാണ് ചാൻസ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാം നിങ്ങൾക്ക്. കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ വിഷുവിൻ്റെ തലേന്ന് രാത്രിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പടക്കം പൊട്ടുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇന്നൊരു ദിവസത്തേക്കല്ലേ, ക്ഷമിക്കൂട്ടോ. നമുക്കത് ഒരു സൗണ്ട് ഒഴിവാക്കിയിട്ട് എങ്ങനെയായാലും വോയിസ് കൊടുക്കാൻ കഴിയില്ല.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.